ഹായ് എവ്രിബഡി 2021 നടന്ന ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്ന് നോക്കിക്കാണുന്നത്. എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, +2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ സൊല്യൂഷൻ തന്നിട്ടുണ്ട് HCl ഇൻ വാട്ടർ. അപ്പോൾ HClഉം വാട്ടറും ഉണ്ടെന്ന് പറഞ്ഞു. 10% HCl ബൈ മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇതെത്രയായിരിക്കും? HCl 10 ഗ്രാമും വാട്ടർ എത്ര ഗ്രാമും ആയിരിക്കും? 90 ഗ്രാമും ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് HCl എന്നാണ്. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് HCl കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ, എൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? NHCl ഡിവൈഡഡ് ബൈ NHCl പ്ലസ് N വാട്ടർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ NHCl നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എത്രയായിരിക്കും? 10 ഗ്രാം അല്ലേ ഉള്ളത്? 10 ബൈ മോളിക്കുലാർ മാസ് എത്രയാണ്? 36.5. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.27 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്രയാണ്? 90 ഗ്രാം അല്ലേ? വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഇസ് ഈക്വൽ ടു 0.27 ബൈ 0.27 പ്ലസ് 5 എത്ര വരും? 5.27. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ബി 0.051 എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ബി, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം എഗെയിൻ ഒരു +2 ലെവൽ ചോദ്യമാണ്. തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ കണ്ടെയ്ൻസ് 2 മോൾ ഓഫ് ഹീലിയം പെർഫെക്റ്റ് ഗ്യാസ്, ഐഡിയൽ ഗ്യാസ്. അതായത് നമ്പർ ഓഫ് മോൾസ് എത്രയാണ് തന്നിരിക്കുന്നത്? 2 മോള് എന്ന് തന്നിട്ടുണ്ട്. പ്രഷർ എത്രയാണ്? ഇനീഷ്യൽ പ്രഷർ എത്രയാണ്? 1 atm എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ടെമ്പറേച്ചർ എന്താണ്? ബേസിക്കലി കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബാത്ത് ഓഫ് 500 Kelvin എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ദിസ് ഈസ് an isothermal process. The pressure is reversibly, again this process is actually എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഇറ്റ്സ് എ റിവേഴ്സിബിൾ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഫൈനൽ പ്രഷർ എത്രയാണ്? 10 atm ആണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ ദി പ്രോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടെത്തുക? ഇതാ -2.303 nRT ലോഗ് V2 ബൈ അല്ലെങ്കിൽ VF ബൈ VI എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അഗെയിൻ ബോയിൽസ് ലോ വെച്ചിട്ട് P പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? W is equal to -2.303 nRT ലോഗ് എന്ത് വരും? PI ബൈ PF എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊക്കെ എന്താണ്? വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ദാ -2.303 എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 മോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. 8.314 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ എത്രയാണ്? അഗെയിൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 500 Kelvin. 500. ആൻഡ് ദിസ് ഇസ് ലോഗ് PI. ഇനീഷ്യൽ പ്രഷർ എത്രയായിരുന്നു? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PI 1 atm ആണ്. ഇതെത്രയാണ്? ഫൈനൽ പ്രഷർ എത്രയാണ്? 10 atm ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാല്യൂസിനെ നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. ലോഗ് 1/10 എത്രയാണ്? ലോഗ് 10⁻⁻1 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ലോഗ് A⁻B എന്താണ്? B ലോഗ് A എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതായത് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇയാളെ ലോഗ് 10⁻⁻1നെ -1 ലോഗ് 10 എന്ന് എഴുതാൻ പറ്റും. ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാണ്? ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി ഈ വാല്യൂ എന്താണ്? -1 എന്നെനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി ആൻസർ എന്തായിരിക്കും? -2.303 ഇൻറ്റു 2 ഇൻറ്റു 8.314 ഇൻറ്റു 500 ഇൻറ്റു എന്ത് വരും? -1 എന്ന് വരും. അപ്പോൾ ഈ മൈനസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിക്കോളും. നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ എ. നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
19147 ജൂൾ എന്ന് കിട്ടും. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ ഫിക്സഡ് പെർഫെക്റ്റ് ഗ്യാസ്, ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുണ്ട് ഇത് ശരിയാവും എന്നുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക? ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. എന്താ ആദ്യമായിട്ട് തെർമോഡൈനാമിക്സ്. അഗെയിൻ ദിസ് ഇസ് ആക്ച്വലി ഫ്രം +2 ലെവൽ തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇൻറ്റേർണൽ എനർജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഓപ്ഷൻ ഡി ഒന്ന് ഞാൻ നോക്കാം. ഇൻറ്റേർണൽ എനർജി അല്ലേ. ഇൻറ്റേർണൽ എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? NCV ΔT എന്നെനിക്ക് എഴുതാൻ പറ്റും. വാട്ട് ഈസ് CV? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ΔH. എന്താണ് ΔH? NCP ΔT അല്ലേ. എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ്, ഇത് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഇതെന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. സോ ബേസിക്കലി ഇവരെന്താണ്? ഓപ്ഷൻ ഡി എന്താണ്? നമ്മളുടെ കറക്റ്റാണ്. ആൻഡ് ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും ഈച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. വളരെ കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ്. ΔU ആൻഡ് ΔH ബോത്ത് ആർ എ ഫങ്ഷൻ ഓഫ് എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിയാലേ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്താവത്തുള്ളൂ? മാറത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എന്ത്? ടെമ്പറേച്ചർ. അതായത് ബേസിക്കലി നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു ഐസോതെർമൽ പ്രോസസ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ടെമ്പറേച്ചർ ഐസോതെർമൽ പ്രോസസ്സ്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും ചേഞ്ച് ഇൻ എൻതാൽപ്പിയും എന്തായിരിക്കും മക്കളെ? 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ എയും എന്താണ്? കറക്റ്റാണ്. ഇനി CP - CV = R. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു റിലേഷനാണ്. എന്താണ്? മേയേഴ്സ് റിലേഷനാണ് അല്ലേ. മേയേഴ്സ് റിലേഷനാണ്. CP - CV = R. സോ ഓപ്ഷൻ സിയും എന്താണ്? കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എന്തായിരിക്കും? ബി എന്തായിരിക്കും? റോങ് ആയിരിക്കും. PdV = NR ΔT. ഇൻഫിനൈറ്റ് സിവിൽ പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. സോ എന്തായിരിക്കും? ബി. 3B ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റിലേറ്റ്സ് കെമിക്കൽ പൊട്ടൻഷ്യൽ? കെമിക്കൽ പൊട്ടൻഷ്യലും കമ്പോസിഷൻ ഓഫ് എ മിക്സ്ചറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ΔG = ΔH - T ΔS. വാട്ട് ഈസ് ΔG? ഗിബ്സ് ഫ്രീ എനർജിയാണ് അല്ലേ. ഗിബ്സ് ഫ്രീ എനർജിയാണ്. ΔH എന്താണ്? എൻതാൽപ്പി ആണ്. ΔS എന്താണ്? എൻട്രോപ്പിയാണ്. സോ ഇവരൊന്നും തന്നെ എന്തല്ല? കെമിക്കൽ പൊട്ടൻഷ്യലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. അടുത്തത് ഡിബേ ഹക്കൽ. ഡിബേ ഹക്കൽ എന്താണ്? λm = λm0 - B√C അല്ലേ. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +2 അല്ലേ. എന്താണ് λm? മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി. λm0 എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആൻഡ് വാട്ട് ഇസ് C? C is concentration and B is what? A constant. ഓൾറൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലൊക്കെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. അടുത്തത് ജൂൾ തോംസൺ ഇക്വേഷനാണ്. ജൂൾ തോംസൺ ഇക്വേഷൻ എന്തിനാണ്? ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ആണ് അല്ലേ. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് ഒരു റിയൽ ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ അഡയാബാറ്റിക് കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ദിസ് ഇസ് വാട്ട്? അഡയാബാറ്റിക് കണ്ടീഷനാണ്. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ലെറ്റ്സ് സേ ഒരു ഗ്യാസ്, ഒരു പിസ്റ്റണൊക്കെ വെച്ചിട്ട് ഗ്യാസ്, അതായത് ലെറ്റ്സ് സേ 10 atm ഉണ്ടെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ അറൗണ്ട് ഒരു 300 Kelvin ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, ഇവരുടെ ടെമ്പറേച്ചർ എന്താവും? ലെറ്റ്സ് സേ ഇവരുടെ പ്രഷർ എന്ത് ചെയ്യപ്പെടും? കുറയുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ എന്തായിരിക്കും? കുറയും. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ മേ ബി കുറഞ്ഞുകൊണ്ട് 295 എന്തെങ്കിലുമൊക്കെ ആവാം. അതായത് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വർക്ക് ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ എന്താവും? ഡിക്രീസ് ചെയ്യും. ദിസ് ഇസ് ബേസിക്കലി എന്താണ്? ജൂൾ തോംസൺ ഇക്വേഷൻ.
സോ ഇതും എന്തല്ല, കെമിക്കൽ പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഓപ്ഷൻ? ഗിബ്സ് ഡുഹം ഇക്വേഷൻ ആയിരിക്കും. എന്താണ് ഗിബ്സ് ഡുഹം ഇക്വേഷൻ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഐ ഡി മ്യൂ ഐ അല്ലേ? എന്താണ് മ്യൂ ഐ എന്ന് പറയുന്നത്? കെമിക്കൽ പൊട്ടൻഷ്യൽ. എന്താണ്? കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദി കമ്പോണൻറ്റ്. കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദി കമ്പോണൻറ്റ്, അതായത് കോമ്പസിഷൻ ഓഫ് മിക്സ്ചർ. അതായത് ബേസിക്കലി നമ്മുടെ ഓപ്ഷൻ എന്ത് വരും മക്കളെ? ഓപ്ഷൻ ഡി. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഗിബ്സ് ഡുഹം ഇക്വേഷൻ എന്താണെന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ റിവേഴ്സിബിൾ ഫേസ് ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, റിവേഴ്സിബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സിബിൾ, ലെറ്റ്സ് സേ ഫേസ് ചേഞ്ച് ആണ്. ബേസിക്കലി നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഇതാ റിവേഴ്സിബിൾ ആണ്. H2O ലിക്വിഡ് ടു H2O ഗ്യാസ് എന്ന് വിചാരിക്കുക. സോ ബേസിക്കലി റിവേഴ്സിബിൾ ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ? ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. വിച്ച് മീൻസ് ഡെൽറ്റ ജി എന്തായിരിക്കുമോ? 0 ആയിരിക്കും അല്ലേ? ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? ഡെൽറ്റ ജി 0. അപ്പോൾ ഡെൽറ്റ എച്ച് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷനിലെ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് 0 ആണല്ലോ, അതായത് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻട്രോപ്പി എന്തായിരിക്കും? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി എന്ന് നമുക്ക് ഇവിടുന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ടെമ്പറേച്ചർ, ഡെൽറ്റ എച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഒരിക്കലും ആലോചിക്കരുത് -2 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ എന്ന്. ഒരിക്കലും ടെമ്പറേച്ചർ നമ്മൾ എന്തിലല്ല എടുക്കുക? ഡിഗ്രി സെൽഷ്യസിലല്ല. എന്ത് സ്കെയിലാണ്? കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ തുടങ്ങുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ 0 പോസിറ്റീവ് നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഇസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എഗെയിൻ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 5th ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എ. 6th ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ പറയാനില്ല. ക്ലോഷ്യസ് ക്ലാപ്രയോൺ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഇൻ ബൈ ടി ഇൻറ്റു V2 മൈനസ് V1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഫൈനൽ ഇതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? V2 എന്ന് നമ്മൾ എന്താണ് പറയുന്നത്? ഫൈനലാണ്. V1 എന്തായിരിക്കും? ഇനീഷ്യൽ ആയിരിക്കും. സോ നിങ്ങളുടെ ഓപ്ഷൻ എന്ത് വരും? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി ഇൻറ്റു വി എഫ് മൈനസ് വി ഐ. ഓപ്ഷൻ സി വരും. ഡയറക്റ്റ് ചോദ്യമാണ്. ഓൾറൈറ്റ്, 7th ക്വസ്റ്റ്യൻ. ലാങ്കുമർ അഡ്സോർപ്ഷൻ ഐസോതേമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർഫസ് കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലാങ്കുമർ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഇക്വേഷൻ Kp/1 + Kp ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ്? ഡിസോസിയേറ്റീവ് അഡ്സോർപ്ഷൻ ഐസോതേമാണ്. ഇതല്ല ഇതിൻ്റെ ആൻസർ. പല കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഡിസോസിയേറ്റീവ് അഡ്സോർപ്ഷൻ ഐസോതേമാണ്. A2 gives 2A. ലെറ്റ്സ് സേ ഞാൻ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ AN ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് NA ആയിട്ട് മാറുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു Kp⁻1/n ഡിവൈഡഡ് ബൈ 1 + Kp⁻1/n എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? AN എന്ന് പറയുന്നത് എന്താണ്? A2 ആണ്. ഇവിടെ എന്തായിരിക്കും? 2A എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ബേസിക്കലി അപ്പോൾ എന്ത് വരും? തീറ്റയുടെ ഇക്വേഷൻ ഇവിടെ എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. ഇത്രയും കാര്യമുണ്ടായിരുന്നുള്ളൂ. അതായത് Kp⁻1/2 ബൈ 1 + √Kp. അതായത് നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ലെറ്റ്സ് സേ ഇപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണ്, ഞാനിതൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്തേക്കാം. ഇങ്ങനെ ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. A3 gives 3A എന്നുള്ള രീതിയിലാണെങ്കിൽ തീറ്റയുടെ ഇക്വേഷൻ എന്തായിരിക്കും? Kp⁻1/3 ഡിവൈഡഡ് ബൈ 1 + Kp⁻1/3 എന്ന് വരും. സോ ഓപ്ഷൻ എന്തായിരിക്കും? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. λm =
ലാംഡ m0 മൈനസ് ബി റൂട്ട് സി. അതേപോലെ ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏത് ഇക്വേഷനാണ് ലിമിറ്റിംഗ് ബിഹേവിയർ തരാതിരിക്കുന്നത് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഐ? ഐ മീൻസ് അയോണിക് സ്ട്രെങ്ത്. അയോണിക് സ്ട്രെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അയോണിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇൻറ്റു സിഗ്മ സി ഐ സെഡ് ഐ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. എന്താണ് സി ഐ? സി ഐ ബീസ് ബേസിക്കലി ദ കോൺസെൻട്രേഷൻ ഓഫ് ith അയോൺ ആൻഡ് വാട്ട് ഈസ് സെഡ്? ചാർജ് ഓൺ ith അയോൺ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഇക്വേഷൻ ഡസ് ഗിവ് ദി കറക്റ്റ് ലിമിറ്റിംഗ് ബിഹേവിയർ ഫോർ ദി ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനാണ്. നമുക്കറിയാം എന്തായിരിക്കും? ഐ എം ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ കറക്റ്റ് ലിമിറ്റിംഗ് ബിഹേവിയർ ഇവർ തരും എന്നുള്ളത് നമുക്ക് ഡെഫിനിഷൻ വൈസ് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഓപ്ഷൻ എട്ടാമത്തതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും? ബി. 9th ക്വസ്റ്റ്യൻ അയോണിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. അയോണിക് സ്ട്രെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഐ ഇസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ സി ഐ സെഡ് ഐ സ്ക്വയർ. ഓൾ റൈറ്റ്, സി എന്താണ്? കോൺസെൻട്രേഷൻ, സെഡ് ചാർജ് ഓൺ ദി അയോൺ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് നോക്കിക്കോളൂ. ഇതാ 0.02 മോൾ KCl ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. പിന്നെ എന്തുണ്ട്? 0.005 മോൾ MgCl2 ഉണ്ട്, 0.002 MgSO4 ഉണ്ട്. ദാറ്റ് ഇൻ 100 gram വാട്ടർ. നോക്കിക്കോളൂ, ബേസിക്കലി 0.02 മോൾ KCl ഡിസോസിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 0.02 മോൾ എന്ത് കിട്ടും? K+ കിട്ടും. അതേപോലെ നമുക്ക് എന്ത് കിട്ടും? 0.02 മോൾ Cl- കിട്ടും. പക്ഷേ നമുക്കിവിടെ മോളല്ല വേണ്ടത്, മറിച്ച് എന്താ വേണ്ടത്? കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഇവിടെ തന്നിരിക്കുന്നത് 100 gram ആണ്, വിച്ച് മീൻസ് മൊളാലിറ്റിയാണ്. മൊളാലിറ്റിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് മൊളാലിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് എന്നുള്ളതാണ്. ഇത് തന്നിരിക്കുന്നത് 100 gram ആണ്. നമ്മൾ 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 0.1 അല്ലെങ്കിൽ 10⁻⁻1 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഓൾ റൈറ്റ്, അപ്പോൾ എല്ലാം എന്താണ്? 100 gram വാട്ടറിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 0.02 മോൾ K+ ആണെങ്കിൽ നോക്കിക്കോളൂ, 0.02 ബൈ എന്ത് വരും? 10⁻⁻1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് എന്താണ്? 0.02. കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് എത്രയാണ്? 0.1 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഞാനിതിന് എന്ത് ചെയ്യുന്നു? 10⁻⁻1. ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 0.2 കോൺസെൻട്രേഷൻ എന്ത് കിട്ടും? മൊളാലിറ്റി കോൺസെൻട്രേഷൻ എന്ത് കിട്ടും? 0.2 എന്ന് എനിക്ക് കിട്ടും. ആൻഡ് അഗെയിൻ എന്താണ്? സെഡ് ഐ സ്ക്വയർ. സെഡ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ സെഡ് എത്രയാണ്? K+ ആണ് അല്ലേ. Cl- ആണ്. അപ്പോൾ എന്ത് ചെയ്യാതാ മതി? 1² എന്ന് എഴുതിയാൽ മതി. വിച്ച് മീൻസ് എനിക്ക് എന്ത് കിട്ടും? K+ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0.2 എന്ന് എനിക്ക് കിട്ടും, K+ൻ്റെ വാല്യൂ. ഇനി അതേപോലെ Cl- എനിക്ക് കണ്ടുപിടിക്കാം. എന്തായിരിക്കും? കോൺസെൻട്രേഷൻ എത്ര തന്നെയാണ്? മോൾസ് 0.02 ആണ്, ഡിവൈഡഡ് ബൈ എത്രയാണ്? കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് 10⁻⁻1 വിച്ച് മീൻസ് 0.2 തന്നെ വരും ഇൻറ്റു ചാർജ് 1². അഗെയിൻ എനിക്ക് എന്ത് കിട്ടും? 0.2 കിട്ടും. ഓൾ റൈറ്റ്, CiZi². ഓൾ റൈറ്റ്, ഇനി രണ്ടാമത്തെ എന്താണ്? 0.0050 മോൾ MgCl2. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മളെ ഇക്വേഷൻ എല്ലാ അയോൺസിൻ്റെയും എന്ത് വേണം? നമുക്ക് സമ്മ് വേണം അല്ലേ. അതായത് രണ്ടാമത്തേത് നോക്കിക്കോളൂ, 0.005 മോൾ ഓഫ് എന്താണ്? MgCl2 ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടും? Mg2+ കിട്ടും, അതേപോലെ 2 Cl- കിട്ടും. വിച്ച് മീൻസ് ഇവിടെ എത്ര മോൾസ് ഉണ്ടാവും? ഒരു മോൾ MgCl2 ആണ് എടുക്കുന്നതെങ്കിൽ ഒരു Mg2+ കിട്ടും. വിച്ച് മീൻസ് 0.005 മോൾ ആണെങ്കിലോ 0.005 മോൾ എന്ത് കിട്ടും? Mg2+ കിട്ടും. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഒരു മോൾ എടുക്കുകയാണെങ്കിൽ 2 Cl- കിട്ടും. വിച്ച് മീൻസ് ഇതെന്ത് കിട്ടും നമുക്ക്? 0.01 മോൾ എന്ന് നമുക്ക് കിട്ടും. ഇതും എന്താണ്? മോൾ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10⁻⁻1. 10⁻⁻1 എങ്ങനെയാണ് ഈ 10⁻⁻1 വന്നത്? കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നാൽ
0.05 എന്ന് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.05 എന്ന് വരും. ഇതെത്രയായിരിക്കും? 0.1. അഗെയിൻ നമുക്ക് CI/ZI² ആണ് വേണ്ടത്. CI/ZI² എന്തായിരിക്കും? mg2+ എത്ര വരും? 2 ആണല്ലേ. 0.05 × 2². അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 0.2 എന്ന് വരും. ആൻഡ് ഫോർ CL- 0.1 × CL- ആണ് 1. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 0.1 എന്ന് നമുക്ക് വരും. ഇനി ഒരാളെ കൂടെ ബാക്കിയുണ്ട്. അതായത് 0.002 മോൾ എന്താണ്? MgSO4. ഇതേപോലെ ചെയ്താൽ മതി. എന്ത് കിട്ടും? 0.002 മോൾ എന്ത് കിട്ടും? Mg2+ ആണ്. ഇവിടെ എന്ത് കിട്ടും? SO4 2-. അപ്പോൾ ഇതും എന്തായിരിക്കും? 0.002 SO4 2-. ഇത് മോളാണ്. കോൺസെൻട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 10⁻⁻1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബേസിക്കലി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 0.02 കോൺസെൻട്രേഷൻ കിട്ടും, മൊളാലിറ്റി. ഇതും എന്ത് കിട്ടും? 0.02 എന്ന് നമുക്ക് കിട്ടും. ഇനി ZI² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, CI/ZI² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0.02 × 2 ആണ് ചാർജ് അല്ലേ. അപ്പോൾ 2². അപ്പോൾ എന്ത് കിട്ടും? 4 × 0.08 എന്ന് കിട്ടും. ദിസ് ഇസ് ഫോർ Mg2+. ആൻഡ് SO4 2- എന്തായിരിക്കും? ഇതേപോലെ തന്നെയായിരിക്കും അല്ലേ. 0.02 × 2², വിച്ച് ഇസ് 0.08, ബേസിക്കലി -2². അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ആഡ് ചെയ്താൽ മതി. അതായത് ഇതാ നോക്കിക്കോളൂ, ഹാഫ് CI/ZI² ആണ്. ഹാഫ് ഇനി ബാക്കിയുള്ള നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതാ KCL-ൻ്റെതാണ്. K+ൻ്റെ എത്രയാണ്? 0.2 ആണ്. CL-ൻ്റെയും എത്രയാണ്? 0.2 ആണ്. ഇതെന്താണ്? CI/ZI² വാല്യൂ ആണ്. 0.2. K+ൻ്റെത് 0.2, CL- എന്താണ്? 0.2. അങ്ങനെയാണെങ്കിൽ ഞാനിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.2 + 0.2. അപ്പോൾ KCL കഴിഞ്ഞു. ഇനി MgCl2ൻ്റെ എത്രയാണ്? 0.2 ഉണ്ട്, 0.1. അപ്പോൾ അതും കൂടെ ഞാൻ എഴുതുകയാണ്. 0.2 ഉണ്ട്, 0.1. അഗെയിൻ ഇനി എന്താണ്? MgSO4ൻ്റെത് 0.08ഉം 0.08ഉം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഇതാ 0.08ഉം + 0.08. അതായത് ഇവരെന്ത് കിട്ടും? ആഡ് ചെയ്യുകയാണെങ്കിൽ 0.16 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഹാഫ് ഇൻറ്റു കുറച്ച് ലെങ്തി കാൽക്കുലേഷനാണ്. 0.6 + 0.1 + എന്ത് കിട്ടും? 0.16. എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 0.86 എന്ന് നമുക്ക് കിട്ടും. വിച്ച് മീൻസ് 0.43 മോൾ പെർ കിലോഗ്രാം ആയിരിക്കും നമ്മുടെ ആൻസർ. വിച്ച് ഇസ് ബേസിക്കലി എന്താണ്? 9C എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 10 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് ഇത് ആരുടെ പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ദ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ബീം അയണൈസസ് ആൻ അറ്റോമിക് കോർ ലെവൽ ഇലക്ട്രോൺ. ഓക്കെ. സെക്കൻഡ് എന്താണ്? ദ എനർജി റിലീസ്ഡ് വെൻ എ ഹയർ എനർജി ഇലക്ട്രോൺ falls back to fill the core level is transferred to a valence electron which is ejected into the gas phase where it is detected. ഇത് ആരുടെ പ്രിൻസിപ്പിളാണ്? ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. XPSനെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം വളരെ ലെങ്തി ആയി പോവും വീഡിയോ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഓൾറൈറ്റ്.